ഞാനിന്നേ ഗ്രേവിയോടുകൂടി ഉള്ള ഒരു മുട്ടക്കറി വയ്ക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് 4 മുട്ട അവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ സവാളയും ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. വഴറ്റിയെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ഇടുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരല്പം മുളക് പൊടിയും കൂടെ ഇട്ട് ഞാനൊന്ന് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഈ സവാള ഒന്ന് വഴറ്റി വേണം. ഇതിൻ്റെ കൂടെ ഞാനൊരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചിടാം. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടും. ഈ സവാള ഏകദേശം ഒന്ന് ഏകദേശം ഒരു അര വേവായിട്ടുണ്ട്. ആ സമയത്ത് ഒരല്പം ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടെ ഇതിലിട്ടിട്ട് ഒന്നുകൂടെ ഇതൊന്ന് പച്ചച്ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാൻ, ഈ മസാലയുടെ പച്ചച്ചുവ മാറാനും വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഇവിടെ ഒന്ന് കിടക്കട്ടെ. ആ സമയം നമുക്ക് ഒരു കൂട്ടുണ്ടാക്കാവേ. ഈ കൂട്ടുണ്ടാക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഒരല്പം തേങ്ങയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 5-6 നട്ട്സും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ഇതൊന്ന് അരച്ചെടുക്കട്ടെ. സവാളയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ആ സമയം വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് തക്കാളി ഒന്ന് ഇട്ടിട്ടുണ്ട്. തീരെ കുഞ്ഞായിട്ടല്ല, ഇത് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ. ഒരുപാട് അതിനോട് ചേരണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതിയേ. ഇതൊന്ന് കിടക്കട്ടെ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. അതും കൂടെ ഒന്ന് ഇതിലോട്ട് ഒഴിക്കാം. ഈ തക്കാളി കൂടെ ഇട്ട് തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളി വലുതായിട്ട് തന്നെ മുറിച്ചിടണേ. കുഞ്ഞാവാതെ ഇതേ പരുവത്തിൽ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ അരപ്പ് ഒഴിക്കട്ടെ. ഞാൻ കാണിച്ചെന്ന സാധനങ്ങളെല്ലാം കൂടെ ഈ അരപ്പ് ഞാൻ ഇതിലോട്ട് ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്യട്ടെ. അടിപൊളി ഗ്രേവിയോട് കൂടിയ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഫുള്ളായിട്ടിടാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. എല്ലാം ഇതിലോട്ടൊന്ന് ഇടുവാണ്. കാരണം തക്കാളിയൊന്നും വലുതായിട്ട് ഇങ്ങനെ ചേർന്നിട്ടില്ല. ഇങ്ങനെ നമുക്ക് കഷ്ണമായിട്ട് തക്കാളി എടുക്കാനും ഉണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഗ്രേവി, നമ്മൾ ഹോട്ടലുകളിൽ നിന്നെല്ലാം വാങ്ങുന്ന ഗ്രേവി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് ഞാൻ എടുക്കട്ടെ. അല്പം മല്ലിയിലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ അതിൻ്റെ പുറത്തൊന്ന് ഞാൻ ഇടട്ടെ. മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുട്ടക്കറി വയ്ക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരിക്കും ഇതിൽ. ബൈ.